ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. ഓർമ്മയുണ്ടോ? തെർമോഡൈനാമിക്സിന്റെ എവിടെ വരെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? ഒന്ന് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് എന്തായാലും ഹോംവർക്ക് ചെയ്യും. ഈ ഒക്കെ എക്സാം ആണെന്ന് പറഞ്ഞു, പക്ഷെ കേട്ടോ പറ്റില്ല, എക്സ്ക്യൂസ് ഇല്ല. കാരണം 4 ചാപ്റ്ററിൽ എക്സാം എത്തുന്ന സമയത്ത് നമുക്കത് കിട്ടണമെങ്കിൽ കുറെ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻസ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ആവുള്ളൂ, അതർവൈസ് കൺവേർട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലാണ് ആകെ ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നാളെ എക്സാം ആണ്, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം. മറ്റേ നമുക്ക് നോക്കിയാൽ കിട്ടത്തില്ല കേട്ടോ, പ്രാക്ടീസ് ചെയ്യേണ്ട സെക്ഷനാണ്. അപ്പോ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ കണ്ടന്റ് ഇവിടെ വരെ എടുത്തേക്കുന്ന ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്തായിരുന്നു? സിസ്റ്റം അല്ലെ? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ ഈസ് കൺസിഡർഡ് ആസ് ആൻ എ സിസ്റ്റം. പിന്നെ സറൗണ്ടിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാത്തിനും അല്ലെ നമ്മൾ ഓർത്ത് നോക്കാം. അതർ ദാൻ സിസ്റ്റം ഇൻ യൂണിവേഴ്സ് കൺസിഡർ ആസ് ആൻ എ സറൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം എടുത്തു. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെ? ഓർത്ത് നോക്കാം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് പിന്നെ നമ്മൾ നോക്കിയത്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു മിനിറ്റ് ബുക്ക് നോക്കാം. അങ്ങനെ 3 സിസ്റ്റം എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എടുത്ത കാര്യം എന്തായിരുന്നു? സ്റ്റേറ്റ് ഫംഗ്ഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്തായിരുന്നു എഴുതിയത്? എനർജി ഓഫ് ആൻ എ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് അല്ലെ? ഓർത്ത് നോക്കുക. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് കേട്ടോ, ഓർത്ത് നോക്കുക. അതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു എടുത്തേ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എടുത്തു അല്ലെ? ഓർത്ത് നോക്കുക. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അല്ലെ? അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും എഴുതിയോ? സ്റ്റോഷിയോമെട്രിയുടെ റിവിഷൻ ചെയ്തു അല്ലെ? ഓർത്ത് നോക്കാം. ഇനി നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഒരു ഡെറിവേഷൻ ആണ് മെയിൻ ആയിട്ട് എഴുതുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ബുക്ക് ഒന്ന് എടുത്തു. ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് വർക്ക് പറയാട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് വർക്ക് കേട്ടോ, ഹെഡിങ് എഴുതി വെക്കാം. ആപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ആപ്ലിക്കേഷൻ ഓഫ് വർക്ക്. റെഡ് കളറിൽ ഒരു പിസ്റ്റൺ ആണ് വരച്ചേക്കുന്നത്. ആ പിസ്റ്റണില് ഇതൊരു സിലിണ്ടർ ആണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ. ഇതിലൊരു ഗ്യാസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ദെൻ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഇവിടെ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു പ്രഷർ കൊടുത്തു.
അങ്ങനെ പ്രഷർ കൊടുത്ത സമയത്ത് +2 അല്ലേ അപ്പുറത്താണ് കേട്ടോ, ചെറിയ ക്ലാസ്. അങ്ങനെ പ്രഷർ കൊടുത്ത സമയത്ത് ഇവിടെ നിന്ന് അത് ഇതിലേക്ക് മൂവ് ചെയ്തു കേട്ടോ. ഓർക്കുക, ഇവിടെ നിന്ന് മൂവ് ചെയ്തു. ആ മൂവ്മെന്റ് ആണ് നമ്മളിപ്പോ ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കുന്നത് കേട്ടോ. ഓർക്കുക, പ്രഷർ കൊടുത്തു, ഡോട്ട് ഡോട്ട് ഇട്ട് വന്നേക്കുന്നതാണ്. അങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചേക്കുന്ന സെക്ഷൻസ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോ ഈ മൂവ്മെന്റിൽ ചേഞ്ചിൻ അല്ലെ, ആ ചേഞ്ചിൻ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരക്കുന്നത്. അപ്പൊ ഒന്ന് വരച്ചേക്കട്ടോ. സിലിണ്ടർ കറക്റ്റ് ആയിട്ട് മാക്സ് ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നില്ല കേട്ടോ മോനെ, കേട്ടോ. ടൈം ടേബിൾ കിട്ടിയിട്ടില്ലേ മോനെ? ഇല്ല, ഈ ഒരാഴ്ച. ഇതൊന്ന് എടുത്തു വരട്ടെ കേട്ടോ. വർത്താനം പറയില്ല കേട്ടോ, വരക്ക. പ്രഷറാണ്, പ്രഷർ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത് എൽ. എൽ. അപ്പോ ചേഞ്ച് ഇൻ വോളിയം ആകുമ്പോൾ ഡെൽറ്റ വി എന്ന് നമുക്ക് കൊടുക്കാം. ഡെൽറ്റ വി. വരച്ചോ, വേഗം എടുത്ത് വരയ്ക്കും കേട്ടോ. ദെൻ വർക്ക് ഈക്വൽ ടു എന്താ പഠിപ്പിച്ചേക്കുന്ന വർക്കിന്റെ ഇക്വേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ. ഓർത്ത് നോക്കാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഈ ചുമരിൽ ഞാൻ ഇടിക്കുന്നു, അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ ചുമര് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് വരുള്ളൂ. അപ്പൊ ആദ്യം ഇത് എഴുതുക കേട്ടോ, ഫുൾ ആയിട്ട് എഴുതണം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ദെൻ ഫോഴ്സ് ഈക്വൽ ടു, ഫോഴ്സും പ്രഷറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. പ്രഷർ ഈക്വൽ ടു എന്താ പഠിപ്പിച്ചേക്കുന്നേ? ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു എന്ത് വരും? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ. ഫുൾ ആയിട്ട് വേർഡിൽ എഴുതണം കേട്ടോ. പ്രഷർ ഇൻറ്റു ഏരിയ ഫുൾ ആയിട്ട് എഴുതണം. ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം കേട്ടോ. ഓർത്ത് നോക്കാം. എൽ ലെങ്ത്, എൽ ലെങ്ത്. എൽ ലെങ്ത്. അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇത്ര എടുത്ത് എഴുതിയോ? ഇനി നമുക്ക് ഇപ്പൊ ഈ കിട്ടിയേക്കുന്ന ഇക്വേഷൻ ഇത് 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. ഇത് രണ്ടും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വന്നാൽ എന്ത് വരും? അങ്ങനെ വന്നാൽ എന്താ വരുന്നേ? വർക്ക് ഈക്വൽ ടു, നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ് അല്ലെ. അപ്പൊ പ്രഷർ ഇൻറ്റു, ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ദെൻ നമുക്ക് അറിയാം
ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെ. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബിന്റെ വോളിയം എങ്ങനെ കണ്ടെത്തുന്നത്? ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെ. എ സ്ക്വയർ എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർത്ത് നോക്കാം. ഒരു സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടെത്തുന്നത്? ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് പൈ ആർ സ്ക്വയർ എച്ച്, അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് കൊടുത്താൽ അതെന്താണ്? വോളിയമാണ് കേട്ടോ, ഓർത്ത് നോക്കാം, വോളിയമാണ്. അപ്പോ ഈ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഇതാണ് ഇതിന്റെ ഏരിയ കണ്ടോ, ഓർത്ത് നോക്കാം. സിലിണ്ടറിന്റെ ഏരിയ ഇവിടെ പഠിച്ചതല്ലേ, പി ഈക്വൽ ടു അതുകൊണ്ട് ഞാൻ ഫുൾ വേർഡിൽ എഴുതാന്ന് പറഞ്ഞു. വേർഡിൽ എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങള് പി ബൈ എഫ് എ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒറ്റ മാർക്ക് ആരും തരില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഫുൾ ആയിട്ട് എഴുതണം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ കണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ വർക്ക് ഈക്വൽ ടു എന്തോരം? പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. വർക്ക് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പില് നമുക്ക് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി. സോ വർക്ക് ഈക്വൽ ടു എന്ത് വരും? പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ W is equal to minus P delta V. ഇതാണ് ബോക്സിലാക്കേണ്ടത് കേട്ടോ. ചേഞ്ച് ഇൻ വോളിയം. ഈ വോളിയം മുഴുവൻ മാറുന്നുണ്ടോ? ഇല്ല കണ്ടോ. ഈ സിലിണ്ടറിൽ നോക്കുമ്പോ മൈനസ് കൊടുക്കാൻ കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇത് പ്രഷർ ചെയ്യാണ്. അപ്പൊ വോളിയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. വോളിയം കുറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ മൈനസ് കൊടുക്കുന്നത്. അതിന് ഒരു എക്സ്പാൻഷൻ ആണെങ്കിൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഉണ്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ഹൈ പ്രഷർ കൊടുത്തിട്ട് ഈ എന്ത് ചെയ്യും അല്ലെ? പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം അവിടെ എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? ഡിക്രീസ് ചെയ്യും. ഓർത്ത് നോക്കാം. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കൊടുക്കണം? മൈനസ്. അപ്പൊ വർക്ക് മൈനസ് ആവുന്നതല്ല അല്ലെ, അവിടെ എന്താണ് ആക്ച്വലി ഇത് കുറയാണ് ഈ സിസ്റ്റത്തിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ W is equal to minus P delta V. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഡെൽറ്റ U is equal to Q plus W ഉണ്ടോ? അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത് കേട്ടോ, മനസ്സിലായോ? അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ W-ന്റെ അവിടെ എന്ത് കൊടുക്കാം? മൈനസ് P delta V കൊടുക്കാം. അങ്ങനെ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രഷർ കൊടുക്കുമ്പോ വോളിയം ഇവിടെ എന്ത് ചെയ്യും? കൂടുകയാണോ കുറയാണ് ചെയ്തത്? കുറഞ്ഞു. കുറയുമ്പോ എന്ത് പറയണം? വോളിയം കുറയുമ്പോ മൈനസ്, വോളിയം കൂട്ടിയ പ്ലസ് കേട്ടോ, ഓർത്ത് നോക്കാം. കണ്ടോ, ഇവിടെ പിസ്റ്റണിൽ പ്രഷർ കൊടുത്തപ്പോ വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. കണ്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് മൈനസ് കേട്ടോ. വേഗം എടുത്ത് ഓക്കെ. ഇനി ഇതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഇത് ബോക്സിലാക്കി വെക്കണം കേട്ടോ, കാരണം ഈ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. W is equal to minus P delta V. ഇത് ഫിസിക്സിന്റെ പോലെ ഒരു ചാപ്റ്റർ ആണ്. ഫിസിക്സിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു തിയറം പറയുമ്പോൾ അത് വേറെ തിയറം ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെ. മുകളിലിരിക്കുന്ന ഫാൻ അല്ലെ, അതെന്തിലും ഉപയോഗിക്കുന്ന മോട്ടർ, ആ സെയിം തന്നെ മോട്ടറിന്റെ വേറൊരു രൂപത്തിൽ വരുമ്പോൾ എന്ത് പറ്റും? മിക്സി. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ ഈ ഇക്വേഷൻസുകൾ പല സ്ഥലത്തേക്കും മാറ്റാൻ പറ്റുകയാണ്. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് എവിടെ എന്ത് ഇക്വേഷൻ എഴുതിയാലും അത് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അതിൽ നിന്ന് പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാനും പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനത്തെയാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഓരോ ഇക്വേഷനും ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിവിടെ ഒരു കണ്ടീഷൻ എഴുതാൻ പോവാണ്. അവിടെ ഒന്ന് എഴുതി വെക്കാം, ഇതിന്റെ താഴെ എഴുതി വെക്കാം. In chemistry, we face problem that
in chemistry we face problem that can be solved if we relate the work in terms of relate the work in terms of internal pressure of the system. Internal pressure of the system. Full stop. We can relate work to. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റ് ടൈമിൽ വരണം. ഇപ്പൊ ഒരു ഡെറിവേഷൻ മുഴുവൻ എഴുതി കഴിഞ്ഞു കേട്ടോ, ഓർത്തു നോക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാവത്തില്ല. ഇനി ഇത് മുഴുവൻ പറയണമെങ്കിൽ 1/2 മണിക്കൂർ ഞാൻ വീണ്ടും പറയേണ്ടിയും വരും കേട്ടോ, ഓർത്തു നോക്കാം. നിങ്ങൾ പരമാവധി ആ റൈറ്റ് ടൈമിൽ എത്താൻ നോക്കാം. We can relate work to internal pressure of the system. Under reversible condition. ഓർത്തു നോക്കുക. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ പിസ്റ്റണിൽ നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുകയാണ്. ഹൈ പ്രഷർ നിങ്ങൾ സൈക്കിളിൽ പമ്പ് ചെയ്യുമ്പോ നിങ്ങൾ ഒരു പ്രഷർ കൊടുത്താൽ എന്ത് പറ്റും? നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് തന്നെ കണ്ടിട്ടില്ലേ? ഓർത്ത് നോക്കുക. അവിടെ എന്തുണ്ട്? ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്. റിവേഴ്സിബിൾ ആണത്. അങ്ങനെ റിവേഴ്സിബിൾ ആയിട്ട് വരുമ്പോ അതിൽ വരുന്ന ചേഞ്ച് എന്താണ്? അങ്ങനെയുള്ള സിസ്റ്റം നിങ്ങൾ നോക്കണ സമയത്ത് അവിടെ ഇന്റഗ്രേഷൻ കൊടുക്കും. ഇന്റഗ്രേഷൻ എത്ര പേര് മാത്സ് ഉണ്ട് ഇതിൽ? എല്ലാവരും മാത്സ് തരാം. ഇന്റഗ്രേഷൻ എന്തിനാണ് പഠിക്കുന്നത്? അതാദ്യം ഇന്റഗ്രേഷൻ എന്തിനാ പഠിക്കുന്നത്? ചെറിയ ക്വാണ്ടിറ്റി അല്ലെ, ഓർത്ത് വെക്കാം. ചെറിയ ക്വാണ്ടിറ്റീന ഇന്റഗ്രേഷൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചത്. എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ലാതെ മാത്സിൽ ഇന്റഗ്രേഷൻ ഇല്ല നിങ്ങൾക്ക്? 12th വരും കേട്ടോ, എന്തായാലും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ നോർമലി ഇന്റഗ്രേഷൻ പഠിക്കുന്നതിന്റെ മെയിൻ പർപ്പസ്, ഇപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് മൈന്യൂട്ട് ആളുടെ ചേഞ്ചസ് വരും അല്ലെ. ഇപ്പൊ ഞാൻ ഇതുമ്പോ തട്ടുമ്പോ കുറെ വൈബ്രേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോ ഇയാൾ അതിന്റെ മീൻ വൈബ്രേഷൻ എടുക്കണമെങ്കിൽ കേട്ടോ ഒരു 1 lakh വൈബ്രേഷന്റെ ഇത് എഴുതണം. അത് എഴുതി വരുമ്പോൾ ഒഴുക്കും പറ്റൂ ഇല്ല. അപ്പൊ അതിന് കൊടുക്കുന്നതാണ് ലിമിറ്റും കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ഇന്റഗ്രേഷനിലേക്ക് കൊടുക്കും. ഇന്റഗ്രേഷനിൽ കെമിസ്ട്രിയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഇന്റഗ്രേഷൻ മുഴുവൻ എഴുതി പഠിക്കാനോ മാത്സ് പഠിക്കാനോ അല്ല, അതിൽ നിന്നൊരു ജനറേറ്റ് ഇന്റഗ്രേഷനിൽ കൊടുത്തിട്ട് ആ ഇക്വേഷൻ പഠിച്ചു നോക്കണം. അതൊരു 2.303 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, ഒരു എക്സ്പെരിമെന്റിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വെച്ച് ഒരു ഇക്വേഷൻ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻസ് കാണാതെ നമ്മൾ അറിഞ്ഞു വെക്കണം. മുകളിൽ എഴുതാം കേട്ടോ. W is equal to W എന്ന് പറഞ്ഞ വർക്ക് റിവേഴ്സ് ഈക്വൽ ടു -2.303. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. നേരത്തെ കണ്ട PV ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഈ -2.303 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. nRT log B ഇനീഷ്യൽ കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം ഒന്ന് എടുത്ത് എഴുതും. ലോഗിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ തരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനില്ല. അപ്പൊ ആദ്യം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നാച്ചുറൽ ലോഗിലേക്ക് കൊണ്ടുവരും. നാച്ചുറൽ ലോഗിൽ നിന്ന് log of 10 കൊണ്ടുവരും. log of 10 കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ -2.303 nRT log VF ഡിവൈഡഡ് ബൈ V ഇനീഷ്യൽ. ഇതിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതിൽ ഡബ്ല്യുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ, വർക്ക് ഓൺ ദി സിസ്റ്റം ബൈ ദി സിസ്റ്റം. അതിൽ ആ വർക്കിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇന്നിപ്പോ എഴുതിയത്, ആപ്ലിക്കേഷൻ ഓഫ് വർക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ നിങ്ങൾ വീട്ടിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ പിക്ചർ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ. ഓർത്ത് നോക്കാം, ഫുൾ ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെ വരുമ്പോ എഫ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ആ എഫിന്റെ പൊസിഷനിൽ അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് വർക്ക് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് കിട്ടുന്നേ കേട്ടോ. ഓർത്ത് നോക്കണ്ട, ഈ എഫ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. ആ ചേഞ്ച് ഇൻ വോളിയം ആണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ പകരം കൊടുക്കും. അപ്പോഴാണ് പി ഡെൽറ്റ വി. ഇതാണ് ഡെറിവേഷൻ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി കേട്ടോ. അതാണ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇക്വേഷൻ ഇത് രണ്ടെണ്ണം കാണാതെ പഠിക്കണം, ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഓർത്ത് വെക്കാം, വേഗം എടുത്ത് കേട്ടോ. അപ്പൊ ഇത് എവിടെ അപ്ലൈ ചെയ്യാം? ഡബ്ല്യു റിവേഴ്സ് ആയിട്ടും കൂടി കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കണം കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ രണ്ട് ഇക്വേഷൻ ആയി വർക്കിന് അല്ലെ. ഇതെന്തായിരുന്നു വർക്ക്? ഇറിവേഴ്സിബിൾ. ഇതെന്താണ് വർക്ക്? റിവേഴ്സിബിൾ കേട്ടോ. ഓർത്ത് വെക്കാം. എഴുതിയോ ഇക്വേഷൻ? ഇനി നെക്സ്റ്റ് ഫ്രീ എക്സ്പാൻഷൻ. സബ് ഹെഡിങ് എഴുതി വെക്കുക, ഫ്രീ എക്സ്പാൻഷൻ. സബ് ഹെഡിങ് എഴുതി വെക്കുക, ഫ്രീ എക്സ്പാൻഷൻ. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക, ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ. വെള്ളം വെക്കാനാ? ഒന്ന് വെച്ചല്ലോ, ഞാൻ എടുക്കാം. ഒന്നോ ഇത് വി എഫ് എന്ന് പറഞ്ഞാല് വി ഫൈനൽ വോളിയം. വി ഐ എന്ന് പറയുമ്പോ എന്താ? ഇനീഷ്യൽ വോളിയം. ഇവിടെ എവിടെയാ ഇനീഷ്യൽ വോളിയം? ദേ ഇത് ഉണ്ടോ, വി ഇനീഷ്യൽ. ഇതെന്തായിരിക്കും? വി ഫൈനൽ ഉണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിന് എന്ത് വിളിക്കും? ഡെൽറ്റ വി കേട്ടോ. ഓർത്ത് നോക്കാം, ഡെൽറ്റ വി എന്ന് വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ വി ഇനീഷ്യലും വി ഫൈനലും. അത് പറയാം കേട്ടോ. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഒന്ന് എഴുതി വെച്ച എല്ലാവരും. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. എക്സാമിന് തരും ഇതിന്റെ വാല്യൂ ഒക്കെ കേട്ടോ, ചോദിക്കുകയാണെങ്കിൽ. ആറ് എന്ന് പറയുന്നത് ഒരു 8.314 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് അതിനുള്ളത്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രഷറും ഗ്യാസില്ല ഒക്കെ മാറുമ്പോൾ അതനുസരിച്ച് ചെറുതായിട്ട് വരും. 0.0821 ഒക്കെ ഉണ്ട് കേട്ടോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. n number of moles. n number of moles. നമ്മൾ ഈ എടുക്കുന്ന ഗ്യാസിന്റെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഫ്രീ എക്സ്പാൻഷൻ ഹെഡിങ് കേട്ടോ. ഫ്രീ എക്സ്പാൻഷൻ ഒരു കൂടി വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പറ്റിയോ? വെയിറ്റ് ഉണ്ടോ? താങ്ക് യു കേട്ടോ. ഈ ആറ് എഴുതി വെക്കുക. ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. n number of moles. ഇൻ കെൽവിൻ. കെൽവിൻ. കെൽവിനിലാണ് അത് എക്സ്പ്രസ് ചെയ്യാവും കേട്ടോ. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇക്വേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉള്ളത് മുതൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാം ഒരുമിച്ച് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ഇതിനും ചെയ്യണം. ലാസ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് ചെയ്തോ? ഇന്ന് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. കിട്ടണല്ലേ കേട്ടോ. എന്നെ കാണിക്കണം. അയാൾ ചെയ്തു മുഴുവനും കേട്ടോ. ഓർത്ത് വെക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് കേട്ടോ, ഇനി ഏത് ക്ലാസ്സിലാണ് ഇവിടെ വരുന്നത് എന്നെ കാണിച്ചു തന്നെ കേട്ടോ. ഓർത്ത് വെക്കാം.
അല്ലാതെ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് ഫ്രീ എക്സ്പാൻഷൻ ഹെഡിങ് എഴുതി കേട്ടോ. ഫ്രീ എക്സ്പാൻഷൻ, ഫ്രീ എക്സ്പാൻഷൻ. സബ് ഹെഡിങ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരെണ്ണത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഇപ്പൊ ഇവിടെ എഴുതി വെക്കുക, എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ വാക്വം. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ എ വാക്വം. നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ സ്പേസിലാണെന്ന് കരുതുക. നിങ്ങളുടെ മേത്ത് എത്ര പ്രഷർ ഉണ്ടാവും? പ്രഷർ ഉണ്ടാവോ? ഇവിടെ നിൽക്കുമ്പോൾ എന്താ പ്രഷറുള്ളത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നിങ്ങൾ വെള്ളത്തിൽ പിടിച്ച് മുക്കി കഴിഞ്ഞാൽ എന്ത് വരും? മുങ്ങി പോകുമ്പോൾ എന്ത് വരും? വാട്ടറിന്റെ പ്രഷർ ഉണ്ടാവില്ലേ? ഓർത്ത് നോക്കുക. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാസ് അല്ലെ, ഈ അറ്റ്മോസ്ഫിയർ ഗ്യാസിന്റെ പ്രഷർ ഉണ്ടാവും വരുന്നത്. അതായത് സ്പേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? പ്രഷർ ഉണ്ടാവില്ല കേട്ടോ. അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, P equal to 0. P equal to 0. P പ്രഷർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. Full stop. No work is done during free expansion. No work is done during free expansion of an ideal gas. No work is done during free expansion of an ideal gas. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ മുഴുവൻ ഇതുപോലെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്ന പരിപാടിയാണ്. അപ്പൊ ഇപ്പൊ പഠിച്ച ഇക്വേഷനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. W is equal to നമ്മൾ എന്താ പഠിപ്പിച്ചേക്കുന്നത്? മൈനസ് P ഡെൽറ്റ V. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P equal to 0. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഫ്രീ എക്സ്പാൻഷൻ കേട്ടോ, ഫുൾ ആയിട്ട് എഴുതണം. ഫ്രീ എക്സ്പാൻഷൻ. അങ്ങനെ വന്നാൽ W എന്തായി മാറും? 0 അല്ലെ. ഇൻറ്റു ഡെൽറ്റ V ഒക്കെ വന്നാൽ എന്തായിരിക്കും അല്ലെ? 0. W 0 കിട്ടി. ഓർത്തു. അപ്പോ ഫ്രീ എക്സ്പാൻഷനില് വർക്ക് എന്തായി? 0 ആയി. കഴിഞ്ഞിട്ടില്ല, തുടങ്ങുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? എല്ലാ ഇക്വേഷനും ഇന്റർകണക്റ്റഡ് ആണ്. ഡെൽറ്റ U is equal to Q plus W. അങ്ങനെ വന്നാൽ ഡെൽറ്റ U is equal to ഇപ്പൊ എന്താവും? Q. ശരിയല്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. ഡെൽറ്റ U is equal to Q. ഇവിടെ വരെ എത്തണം കേട്ടോ. ഓക്കെ, ഇവിടെ എഴുതണം കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം ഡെൽറ്റ U is equal to Q. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഫ്രീ എക്സ്പാൻഷൻ വിച്ച് ഈസ് റൈറ്റ്. ഇതുപോലെ ഇങ്ങനെ പല പല ഓപ്ഷൻസ് കിടപ്പുണ്ടാവും, അത് കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഡെറിവേഷൻ ആയിട്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഡെൽറ്റ U എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. Q എന്താണ്? ഹീറ്റ് കണ്ടന്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഡെൽറ്റ യുവും ക്യൂവും അവിടെ ഈക്വൽ ആയി കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എഴുതിയോ? എഴുതി. ഓക്കെ. അപ്പോ ഫ്രീ എക്സ്പാൻഷന്റെ ഡെറിവേഷനിലേക്ക് വന്നു കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി കണ്ടീഷൻസ് ആണ്. ഹെഡിങ് എഴുതി വെക്കാം. ഐസോതെർമൽ അടുത്ത ഹെഡിങ്. ഐസോതെർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐസോതെർമൽ and free expansion of an ideal gas. Isothermal and free expansion of an ideal gas. Next heading ആണ് കേട്ടോ. Isothermal and free expansion of an ideal gas. Underline ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് എഴുതി വെക്കാം. For isothermal മീനിങ് ആണ് ബ്രാക്കറ്റിൽ എഴുതുന്നത്. T equal to constant. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും.
ഫോർ ഐസോതെർമൽ ബ്രാക്കറ്റ് എഴുതി വെക്കുക ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഫോർ ഐസോതെർമൽ ബ്രാക്കറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഫോർ ഐസോതെർമൽ ബ്രാക്കറ്റ് ടി കോൺസ്റ്റന്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, expansion of an ideal gas into vacuum. വാക്വത്തിലാവുമ്പോൾ W എന്താവും എന്ന് പറഞ്ഞേ ബ്രാക്കറ്റില് W equal to 0 and P equal to 0. W equal to 0, P equal to 0. W equal to 0, P equal to 0. Full stop. Also Joule determined, also Joule എന്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ വർക്കിന്റെ യൂണിറ്റ് അല്ലെ. Joule determined experimentally, Joule determined experimentally. കേട്ടോ ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഈ ഇക്വേഷൻസുകളിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. മെയിൻ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എടുത്ത് എഴുതാം കേട്ടോ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇക്വേഷനിലേക്ക് നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ സിറ്റുവേഷൻ എഴുതാണ് ക്യൂ പ്ലസ് ഡബ്ല്യു. എന്റെ താഴെ ഫസ്റ്റ് കണ്ടീഷൻ കേട്ടോ ഓർത്ത് നോക്കുക. എന്റെ താഴെ ഫസ്റ്റ് കണ്ടീഷൻ എഴുതാം. ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച്, ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച്, ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച്. ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടെമ്പറേച്ചർ എന്താവും? കോൺസ്റ്റന്റ് ആവും അല്ലെ. ഓർത്തുക, ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആവും. അപ്പൊ അവിടെ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ വേർഡ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ ഓർത്ത് വെക്കണ്ടേ? ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നെക്സ്റ്റ് നമ്മൾ ക്യൂവും ഡബ്ല്യൂവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ എഴുതുന്നത്. ഓർത്ത് വെക്കാം, ഒന്ന് എഴുതി വെക്കുക. ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഓർത്ത് വെക്കാം, എഴുതുക കേട്ടോ. ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, Q is equal to minus W equal to minus W എന്ന് പറഞ്ഞാല് ഡബ്ല്യുവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നേരത്തെ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ അല്ലെ. W is equal to minus P ഡെൽറ്റ V. ഇത് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഉണ്ടോ? മൈനസും മൈനസും ചേർന്ന് എന്ത് വരും? പ്ലസ്. അപ്പൊ എന്ത് വരും? Q equal to P ഡെൽറ്റ V. ഉണ്ടോ? ഓർത്ത് നോക്കാം. വേഗം എഴുതി വെക്കാം. അപ്പൊ എപ്പോഴാണ് ക്യൂവും ഡബ്ല്യുവും ഇതുപോലെ ഈക്വലായി വരുന്നത്? ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ വർക്കും ക്യൂവും തമ്മിൽ എന്ത് ചെയ്യും? റിലേറ്റ് ചെയ്യും. കേട്ടോ ഓർത്ത് നോക്കാം. അതാണ് ഒരു പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച്, ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച്, ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ ഡബ്ല്യു ഈക്വൽ ആവും അല്ലെ. ഓർത്തുക, അത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണത്? എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഓർത്തുക. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആണ്. പക്ഷെ ഈ മൈനസ് ഡബ്ല്യു ഇതാണ് കണ്ടോ. അപ്പൊ ഇവിടുത്തെ മൈനസും മൈനസും കൂടി ചേർന്ന് എന്താവും? പ്ലസ്. എന്നിട്ട് ഇക്വേഷൻ എഴുതി വെക്കാം. അപ്പൊ ക്യൂ ഈക്വൽ ടു എന്ത് വരും? ലാസ്റ്റ് ഇക്വേഷൻ കേട്ടോ. 2.303 R nRT log V final minus V initial കേട്ടോ. വേഗം സെക്കൻഡ് കണ്ടീഷൻ. അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെമ്പറേച്ചർ
കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആ ക്യൂ അല്ലെ ക്യൂയിലേക്ക് വന്നു. അപ്പൊ ആ സമയത്ത് മാത്രം ക്യൂവും ഡബ്ല്യു എന്താവും അവിടെ ഈക്വൽ ആകും. കണ്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ ഈക്വൽ ആകുമ്പോൾ തന്നെ നെഗറ്റീവ് ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ ഓർത്ത് നോക്കാം. മൈനസ് ആണ് ആക്ച്വലി വരുന്നത്. അതിന്റെ 2 കണ്ടീഷൻ കഴിഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ അണ്ടറില്. അത് എഴുതി വെക്കാം. ഫോർ അഡയബാറ്റിക് ചേഞ്ച്. ഫോർ അഡയബാറ്റിക് ചേഞ്ച്. ഫോർ അഡയബാറ്റിക് ചേഞ്ച്. ഫോർ അഡയബാറ്റിക് ചേഞ്ച്. തേർഡ് ഫോർ അഡയബാറ്റിക് ചേഞ്ച്. അഡയബാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ പുറത്തേക്ക് പോകാൻ പാടില്ല, അകത്തേക്ക് വരാൻ പാടില്ല. അപ്പൊ ക്യൂ കോൺസ്റ്റന്റ് ആയി മാറും, ക്യൂ 0 ആയി മാറും കേട്ടോ. ക്യൂ എന്തായി മാറും? 0. നമ്മൾ പണ്ട് ഇതിൽ പറഞ്ഞല്ലേ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്താ ഉപയോഗിക്കുക? ഫ്ലാസ്കില് ടെമ്പറേച്ചർ പുറത്തുനിന്ന് വരുമോ? അകത്തുനിന്ന് പുറത്തോട്ട് പോവോ? അപ്പൊ ക്യൂ എന്താവും? 0 കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ക്യൂ 0 ആയി മാറും. ഫോർ അഡയബാറ്റിക് ചേഞ്ച് ക്യൂ ഈക്വൽ ടു 0. അങ്ങനെ ക്യൂ 0 ആയാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഫൈനൽ ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഈ ക്യൂ 0 ആയി ഡബ്ല്യു കേട്ടോ ഓർത്ത് നോക്കാം. ഡബ്ല്യു വേഗം എഴുതി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഓർത്ത് നോക്കാം. അപ്പോ ഇങ്ങനെ ഇക്വേഷൻസ് പഠിക്കുന്നത് അവര് ആ വേർഡിൽ വെച്ച് ചോദിക്കും. അപ്പൊ നമ്മൾ എഴുതുമ്പോ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ ആ വേർഡ് ശ്രദ്ധിക്കണം. ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ, ഫോർ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ, ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് നോക്കണം ക്യൂ ഈക്വൽ ടു 0. ക്യൂ 0 ആയ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഉണ്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ 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 നമുക്ക് കിട്ടണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ ഓർത്ത് നോക്കാം. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പി ഈക്വൽ ടു 0 ആണ് കേട്ടോ. പി ഈക്വൽ ടു 0. പി 0 ആകുമ്പോ ഡബ്ല്യു 0 ആകും. അപ്പൊ എന്ത് വരും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ ആവും കേട്ടോ. ഇവിടെ ഇപ്പൊ നേരെ തിരിച്ചാണ് കേട്ടോ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പൊ അങ്ങനെ 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 കാണാൻ പറ്റുന്ന ഇക്വേഷൻസ് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് വരുന്നത്. അടുത്ത മെയിൻ ഹെഡിങ്ങിലേക്ക് എത്തുകയാണ്. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹെഡിങ് ആണ് അടുത്തത്. എഴുതി വെക്കാം. എൻതാൽപ്പി. എൻതാൽപ്പി. ENTHALPY. എൻതാൽപ്പി. ഞാൻ പറഞ്ഞു എല്ലാ ഇക്വേഷൻസും ഇന്റർകണക്റ്റഡ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ എല്ലാ ഇക്വേഷനും ഓർഡറിൽ എഴുതും. ഇവിടെ ബോക്സിൽ ഇട്ടേക്കുന്ന ഇക്വേഷൻസുകൾ കേട്ടോ. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അതിന്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആണ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരും. എത്ര പേർക്ക് സ്കൂളിൽ എടുത്തു ഇത്? ഈ ചാപ്റ്റർ തുടങ്ങി അല്ലെ? കഴിയാറായോ? എൻതാൽപ്പിയൊക്കെ എടുത്തോ? എടുത്തിട്ടില്ല. ഓർത്ത് നോക്കാം. അപ്പോ എൻതാൽപ്പി എന്ന് പറയുന്ന സമയത്ത് എച്ച് ആണ് ഇവിടെ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. എൻതാൽപ്പിയില് എച്ച് ഇല്ല. എൻതാൽപ്പി എച്ച്. അപ്പോ ഇവിടെ ഈ എച്ച് എന്താ ഒന്ന് എഴുതി വെച്ചോ. ഫസ്റ്റ് പോയിന്റ് എൻതാൽപ്പിയോൺ ഹൈഫൺ. ഗ്രീക്ക് വേർഡ് ആണ് എൻതാൽപ്പിയോൺ ഹൈഫൺ. ഗ്രീക്ക് വേർഡിന്റെ മീനിങ് ആണ് ഹീറ്റ് കണ്ടന്റ്. എൻതാൽപ്പിയോൺ ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഹൈഫൺ IN എൻതാൽപ്പിയോൺ ആ ഗ്രീക്ക് വേർഡില് കേട്ടോ. നമ്മൾ എഴുതുമ്പോ PY ആണ്. എൻതാൽപ്പിയോൺ ENTHALPIEN എൻതാൽപ്പിയോൺ ഹൈഫൺ ഹീറ്റ് കണ്ടന്റ്. എൻതാൽപ്പിയോൺ ഹൈഫൺ ഹീറ്റ് കണ്ടന്റ്. ഓർത്ത് നോക്കുക. അപ്പോ ഈ എച്ചും ക്യൂവും ഈക്വൽ ആണ്. എച്ചും ക്യൂവും എന്താണ്? ഈക്വൽ ആണ്. പിന്നെ എന്തിനാണ് ഈ എൻതാൽപ്പി എന്ന ക്യൂവിനെ പറയുന്നത്? ഹീറ്റ് കണ്ടന്റ് പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? എൻതാൽപ്പി. പക്ഷെ അതിൽ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്ത് നോക്കാം എനർജി എന്നാണ് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ടത്. എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്താ പറയാ? എനർജി. ഹീറ്റ് തന്നെയാണ്, പക്ഷെ അതിന് എനർജി കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് അവര് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫിക്സ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ അത് എന്താണ്? ആക്ച്വലി ക്യൂ തന്നെയാണ്, ഹീറ്റ് കണ്ടന്റ് തന്നെയാണ്, പക്ഷെ ഓരോ സിറ്റുവേഷനിൽ വയ്ക്കും കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാം കണ്ണൻ ദേവൻ ചായ, ദെൻ ഗ്രീൻ ലേബൽ ടീ എന്ന് പറയാണ്. ഞാൻ കടയിൽ പോയി പറയുന്നു, ഇത് രണ്ടും തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? രണ്ടും സെയിം ആണ്. രണ്ടും 100 gram ആണ് വാങ്ങിച്ചേക്കുന്നത്. രണ്ടും സെയിം ആണോ? അല്ലേ? ആണ് ആണെന്ന് പറയാം. കാരണം എന്താ? രണ്ടിലും എന്താണല്ലേ?
രണ്ടിലും ചായപ്പൊടിയാണ് ആക്ച്വലി വരുന്നത് അല്ലെ, ഓർത്ത് നോക്കാം. രണ്ടും ഓൾറെഡി ടീ പൗഡർ തന്നെയാണ്. പക്ഷെ രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഒരെണ്ണത്തിന് ഒരു കമ്പനി പേരും അതും കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ആക്കി. പക്ഷെ ജനറലി ചോദിച്ചാൽ എന്താണ്, ടീ പൗഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ ആ ഒരെണ്ണത്തിന് എന്താണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും, ക്വാളിറ്റി ഡിഫറൻസ് ആയിരിക്കും, ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും അല്ലെ, ഓർത്തു നോക്കുക. അങ്ങനെ വരും. അതുപോലെ ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു, അതിൽ നിന്ന് ഒരു എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുമ്പോഴാണ് എന്ത് വരുന്നത്, എൻതാൽപ്പി വരുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ നമുക്ക് കാണണ്ടേ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇതിലേക്ക് കൊണ്ടുവരാണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്താ പഠിപ്പിച്ചത്, ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടുന്ന് ഡെറിവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ് ഇപ്പൊ പഠിച്ചത്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ന് പഠിച്ച പറ, മൈനസ് പി ഡെൽറ്റ വി. അതാണ് ബേസിക് ഇക്വേഷൻ പഠിച്ചത്, മൈനസ് പി ഡെൽറ്റ വി. ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് പറ്റും, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ശരിയാണോ? ഈ ക്യൂവിനെ നമ്മൾ എച്ച് ആക്കി എടുക്കും, ഡെൽറ്റ എച്ച് ആക്കും. കാരണം എല്ലായിടത്തും ഡെൽറ്റ എച്ച് ഉണ്ട്. അപ്പൊ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതാണ് ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ. അവര് സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവരും. അപ്പൊ നോക്കാം, ഇതാണ് ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ. എൻതാൽപ്പി ഓർത്തോക്കെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഏതാ? ഇല്ല, അവിടെ അവര് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി കൊണ്ടുവരും. ഇവിടെ എന്തെഴുതണം, കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ്, ഏത് ഹീറ്റ്? ഈ ക്യൂവും എച്ചും സെയിം ആണ്. ഏതാ? ഇല്ല, ചേഞ്ച് ഇല്ല. ക്യൂവും എച്ചും എന്ന് പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ണന്തേവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പ്രഷർ വെച്ചേക്കണത് 20 ഡിഗ്രി ആണ്, മറ്റേതാണെങ്കിൽ വേറെ ആയിരിക്കും. അപ്പൊ ഓരോന്നിനും സിറ്റുവേഷൻ അനുസരിച്ച് വെക്കും. മനസ്സിലായോ? അങ്ങനെ ഈ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഈ ഇക്വേഷനിലേക്ക് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇത്രയും സിറ്റുവേഷൻ ഒബേ ചെയ്താൽ മാത്രമാണ് ഡെൽറ്റ എച്ച് ആവുള്ളൂ. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. അവിടെ എന്താക്കി, കോൺസ്റ്റന്റ് പ്രഷർ ആക്കി. അല്ലാതെ പറഞ്ഞ ഹീറ്റ് എന്തായിരിക്കും, കണ്ടീഷൻ ഇല്ല. മനസ്സിലായോ? ഇപ്പൊ താനിപ്പോ ഒരു ചായപ്പൊടി അവിടെ പോയിട്ട് ലീഫ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട ഒരു ചായ കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ എന്താണ്, അതിൽ കണ്ടീഷൻ ഉണ്ടാവും? ഇല്ല. അതിനൊരു പ്രശ്നം ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് മറ്റേ കാറ്റഗറിയിലേക്ക് വെക്കുന്നത്. ഒരു കണ്ടീഷൻ വെക്കുകയാണ്. മനസ്സിലായോ? ഓർത്ത് വെക്കാം. ആ കണ്ടീഷനാണ് കോൺസ്റ്റന്റ് പ്രഷറും ഈക്വേഷൻ. അതാണ് എഴുതേണ്ടത്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ വരെ എടുത്തെഴുതണം. അപ്പോ എൻതാൽപ്പി ഡിറൈവ് ചെയ്തു വരുന്നത് ഇന്റേണൽ എനർജി പ്ലസ് എന്തായിരിക്കും, വർക്ക്. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇന്റേണൽ എനർജി പ്ലസ് വർക്കും കൂടി വരുമ്പോഴാണ് അതിന്റെ ടോട്ടൽ എനർജി കിട്ടുന്നത്. കേട്ടോ, ഓക്കെ. ഇനി എൻതാൽപ്പി എന്ന് കേട്ട എനർജി എന്നേ പറയാവൂ. കഥ മാറി. കണ്ടോ? ഓർത്ത് നോക്കാം. ഇപ്പൊ ഹീറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന എനർജി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എല്ലാം തരാതെ കാണാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ചായ, അതില് പ്രഷർ നമ്മൾ ഉണ്ടാക്കി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടുവോ? ഇല്ല. അത്ര ഓർത്ത് വെക്കാം. ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ അത് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് നമുക്ക് തരണം അല്ലെ? അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് ഓൾ. ഈ കണ്ടീഷൻ എല്ലാം ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? എന്നാലാണ് അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കിട്ടുമോ? ഇല്ല. അല്ലെങ്കിൽ അത് ക്യൂ ആയിട്ട് നിൽക്കും. ക്വസ്റ്റ്യനിൽ തരും, അല്ലാതെ കേട്ടോ. ക്വസ്റ്റ്യനിലൊക്കെ തരും. ഓർത്ത് നോക്കാം. ഇത് എക്സ്പെരിമെന്റലി നമ്മൾ ഇവിടെ വരെ എത്തുകയാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കണ്ടോ, മറ്റേ ഇക്വേഷനിൽ നിന്ന് അടുത്തൊരെണ്ണമായി. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. കാണാതെ പഠിക്കണം കേട്ടോ. ഇക്വേഷൻ ബോക്സിൽ ഇട്ട് വെക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ തന്നെയാണ് ഈ ചാപ്റ്ററിൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. കേട്ടോ, ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. Delta H is negative for exothermic reaction. And
delta H is positive for endothermic reaction, and delta H is positive for endothermic reaction. Delta H is negative for exothermic reaction. Delta H is positive for endothermic reaction. Exothermic എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? സിസ്റ്റത്തിൽ നിന്ന് എനർജി പോകും കേട്ടോ. അർജുൻ ചോദിച്ചോ മോനെ. എന്തെങ്കിലും ചോദിച്ചോ അർജുൻ? പറയാം കേട്ടോ. Delta H negative for exothermic reaction. Delta H negative for exothermic reaction, and delta H positive for endothermic reaction. Delta H positive for endothermic reaction. കേട്ടോ. അപ്പൊ ഒരു -20 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് എക്സോതെർമിക് ആണ്. അവിടുന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. ഡെൽറ്റ എച്ച് ഹൈലി നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പൊട്ടിത്തെറിയും അല്ലെ. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരു സബ്സ്റ്റൻസ് അതിന്റെ ഡെൽറ്റ എച്ച് വലിയ -2000 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുകയാണ്. അതിന്റെ മീനിങ് എന്താ? അത് പല ചൂട് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. വോളറ്റൈൽ കേട്ടോ. ഓർത്ത് നോക്കാം. വോളറ്റൈലിനേക്കാൾ വളരെ എക്സ്പ്ലോഷൻ ഒക്കെ ചാൻസ് കൂടുതലാണ് അല്ലെ. ഓർത്ത് നോക്കാം. തീ പിടിക്കും. അപ്പോ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ഡെറിവേഷന്റെ പാർട്ടായിട്ട് വരുന്നത്. ഇനി ഗേഷ്യസ് സിറ്റുവേഷൻ അടുത്ത ഇതിന്റെ അണ്ടറില് ഇനി ഗേഷ്യസ് കണ്ടീഷൻ. ഇനി ഗേഷ്യസ് കണ്ടീഷൻ അതിന്റെ താഴെ എഴുതി വെക്കാം. ഇനി ഗേഷ്യസ് കണ്ടീഷൻ എഴുതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി ഗേഷ്യസ് കണ്ടീഷൻ. ഈ ഇക്വേഷനിലേക്ക് ഗേഷ്യസ് കണ്ടീഷനിൽ എന്ത് എഴുതും അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഗേഷ്യസ് കണ്ടീഷൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്താൽ അതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. PV = nRT. ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്താൽ അതിനെന്ത് വിളിക്കും? ഐഡിയൽ ഗ്യാസ് കേട്ടോ. ഈ ഇക്വേഷൻ ആണത്. അത് ഒരു 4 ലോ ആണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക് ലോ. ഇത്രയും ലോസിലുള്ള ഒരുമിച്ച് ഒബേ ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുന്നു. അപ്പൊ ഐഡിയൽ മാൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. ഓർത്ത് വെക്കുക. കറക്റ്റ് 5:10 ആകുമ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ഞാൻ കണ്ടീഷൻ വെക്കുകയാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് വെക്കുക. ആ കണ്ടീഷൻ എല്ലാം താൻ ചെയ്താൽ എന്താ? ഐഡിയൽ. ദാറ്റ്സ് ഓൾ കേട്ടോ. ഓർത്ത് വെക്കാം. അതുപോലെ ഇവരൊരു കണ്ടീഷൻ വെക്കുകയാണ്. 4 ലോസുകളുണ്ട് മെയിൻ ആയിട്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക് ലോ. ഈ ലോയിൽ നിന്ന് എല്ലാവരും കൂടിയാണ് ഇത് ഉണ്ടായി വരുന്നത്. ഈ ഇക്വേഷൻ ഉണ്ടായി വരുന്നത് കേട്ടോ. ഇത് ഒബേ ചെയ്ത ഐഡിയൽ ഗ്യാസ് എന്നാണ് പറയാം. അപ്പോൾ PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ ആണത് കേട്ടോ. PV = nRT. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. ഡെൽറ്റ H = എന്താ പഠിപ്പിച്ചേക്കുന്നത്? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ ഓർത്ത് നോക്കാം. PV = nRT ആണ്. അങ്ങനെയാണെങ്കിൽ P ഡെൽറ്റ V എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ N. ഇവിടെ G എന്ന് കൊടുക്കുന്നത് ഗ്യാസ് ആയതുകൊണ്ടാണ് G എന്ന് കൊടുക്കുന്നത്. RT ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ഈ P ഡെൽറ്റ വിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മള്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കൺസിഡർ ചെയ്യാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ ചേഞ്ച് ഇൻ മോൾസ് ആണ് കേട്ടോ. അതെന്താന്ന് എഴുതാം കേട്ടോ. ഡെൽറ്റ H = ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ N G. G എന്ന് പറഞ്ഞ ഗ്യാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് RT. ഇത് ബോക്സിലാക്കി വെക്കണം. R നേരത്തെ പറഞ്ഞാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി അയാൾ ചോദിച്ചത് നന്നായി, കറക്റ്റ് നിങ്ങളാ ചോദിച്ചത്. ഇവിടെ ആ ഡെൽറ്റ N എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ ഡെൽറ്റ N G നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒന്ന് എഴുതണം കേട്ടോ. ഇവിടെ വരെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. വേഗം എഴുതാം എല്ലാവരും. ഈ ഇക്വേഷൻ ആവശ്യമാണ്. ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഇക്വേഷനും കൂടി ഒരുമിച്ച് ലാസ്റ്റ് എഴുതണം. ഇവിടം വരെ എഴുതുക കേട്ടോ.
ഡെൽറ്റ എൻ ജി എന്താന്ന് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് product minus reactant. Number of moles of product minus number of moles of reactant. Moles of reactant. N2 plus 3H2 gives 2NH3. ഇതെല്ലാം ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെൽറ്റ എൻ എത്രയായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഫ്രണ്ടിൽ ഇടുന്നതാണ് മോള്. നമ്മൾ കഴിഞ്ഞ സ്റ്റോഷിയോമെട്രി എഴുതിയതല്ലേ, 1 മോൾ 3 മോൾ 2 മോൾ. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശരിക്കും നോക്കൂ, 2 ശരിയല്ലേ? 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എത്ര, റിയാക്ടന്റ് ഏതായിരിക്കും? 4 ഉണ്ടോ? എന്താ 3 plus 1 4. അപ്പൊ എത്ര കിട്ടും പറയും? -2 ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെയൊക്കെയാണ് കിട്ടുക കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ഈ ഡെൽറ്റ എൻ ഉണ്ടോ 0 എന്ന് എപ്പോഴായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ്. C plus O2 gives CO2. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? 0 വരും. അങ്ങനെ 0 വന്നാൽ ഇത് 0 ആയി പോകും. അപ്പൊ എന്ത് വരും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും. വലിയ വാല്യൂ ഒക്കെ തരും. അപ്പൊ ചില കുട്ടികൾ അവിടെ ഇരുന്ന് ഇൻഡു ഒക്കെ ചെയ്ത് ഇക്വേഷൻ ഒക്കെ എഴുതി ചെയ്യും. അപ്പൊ എന്തായിരിക്കും? ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ആയിരിക്കും അവർ ചോദിക്കുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഡെൽറ്റ യു തന്നിട്ട് ഡെൽറ്റ എച്ച് ചോദിക്കും. അപ്പൊ ഇത് 0 ആയി പോകും. അത് ഡെൽറ്റ എൻ കറക്റ്റ് ആയിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ. അതിനെന്തോടും മൈനസ് വരുമ്പോ മൈനസ് എഴുതണം. മൈനസ് അങ്ങനെ വരുമ്പോ ഇത് മൈനസ് ആവും. ഡെൽറ്റ എച്ച് മൈനസ് വന്നെന്ത് വരും? ഡെൽറ്റ എച്ച് മൈനസ് വന്നെന്ത് വരും? ഇപ്പൊ എഴുതിയതല്ലേ മൈനസ് വന്നെന്ത് വരും? ഡെൽറ്റ എച്ച് മൈനസ് വന്നെന്ത് വരും പറയും. കുറച്ചു നേരത്തെ എഴുതിയൊന്ന് വായിച്ച്. എന്ത് വരും? എക്സോതെർമിക്. കേട്ടോ, ഓർത്ത് വെക്കാം. പ്ലസ് വന്ന എൻഡോതെർമിക് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അടുത്ത് എഴുത കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. ഡെൽറ്റ എൻ എപ്പോഴും -2 എന്നല്ല, ഓരോ ഇക്വേഷൻ ഇതുപോലെ അവർ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങളത് ആലോചിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഹെഡിങ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. An extensive property is a property. An extensive property is a property whose value depends on the quantity or size of matter present in the system. An extensive property is a property whose value depends on the quantity or size of matter present in the system. എന്നിട്ട് താഴെ അതിന്റെ എക്സാമ്പിൾസ് എഴുതണം കേട്ടോ. എക്സാമ്പിൾ മാസ്, വോളിയം. എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. മാസ്, വോളിയം, ഇന്റേണൽ എനർജി, മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപി, heat capacity, etc.
ഉണ്ടോ? ക്വാണ്ടിറ്റി ഓർ സൈസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉണ്ടോ? എന്ത് വിളിക്കുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെ. ക്വാണ്ടിറ്റി ഓർ സൈസ്. അപ്പൊ മാസ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഓർത്ത് നോക്കാം, അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇന്റൻസീവ് എന്തായിരിക്കും? അത് റിലേറ്റ് ചെയ്യില്ല അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ് നെക്സ്റ്റ് ലൈനിൽ കേട്ടോ. അടുത്ത ലൈനിൽ എഴുതണം. ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ ആണ്, മറ്റേ ഓപ്പോസിറ്റ് ആണ് എഴുതുന്നത്. An intensive property is a property whose value which do not depend on the quantity or size. Which do not depend on the quantity or size of matter. Whose value do not depend on the quantity or size of matter. Quantity do not ആണ് കേട്ടോ. മറ്റേത് ഡിപ്പെൻഡ്, ഇത് ഡു നോട്ട്. അത്ര വ്യത്യാസമുള്ളൂ. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദി സിസ്റ്റം. അപ്പൊ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താ അല്ലെ? മാസനേക്ക് അല്ലെങ്കിൽ സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വരുന്നതിനെയാണ് ആക്ച്വലി എക്സ്റ്റൻസീവ്. മറ്റേത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും കേട്ടോ. ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടിറ്റി ഓർ സൈസ്. മറ്റേത് എക്സാമ്പിൾ എഴുതും. ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര. ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര. കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അത് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. 100 ഡിഗ്രി സെൽഷ്യസ്, അത് എത്ര കിലോ എന്ന് ചോദിക്കാൻ പറ്റും? ഇല്ല. ഓർത്ത് നോക്കാം അല്ലെ. അപ്പൊ മാസ് എന്നൊക്കെ പറയുന്നത് നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ എഴുതി വെക്കുക. അതല്ലാതെ വേറെ ഒന്നുമില്ല. അടുത്ത ഹെഡിങ് ഹീറ്റ് കപ്പാസിറ്റി. നെക്സ്റ്റ് വരുന്നതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി നെക്സ്റ്റ് ഹെഡിങ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഹീറ്റ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അല്ലെ. അങ്ങനെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ രീതിയിൽ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ആ വേർഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു വൺ മോൾ സബ്സ്റ്റൻസ് ഇൻക്രീസ് 1 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ് ഹീറ്റ് കപ്പാസിറ്റി. അങ്ങനെയാണ് പറയാ. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ നോക്കി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അത് നല്ല ചൂടായി നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. നല്ല ബോയിൽഡ് വാട്ടർ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വേറൊരു വെസൽസില് ഞാനെടുത്ത് അയൺ എടുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന രീതിയിലെത്തി. അയൺ ബോയിൽ ചെയ്താ അറിയാലോ. പുറത്തു വെക്കാം. തന്റെ കയ്യിലേക്ക് ഒരു കയ്യില് ഏതൊഴിക്കുന്നതായിരിക്കും തനിക്ക് കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് ഇതിനായിരിക്കും കിട്ടാൻ പോണേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അയൺ ബോയിൽ ചെയ്യുന്നതായിരിക്കും ഒഴിച്ചാലാണോ പ്രശ്നം? വെള്ളം ബോയിൽ ചെയ്യുന്ന ഒഴിച്ചാലാണോ? ഏതായിരിക്കും കൂടുതൽ ചൂട് ഫീൽ ചെയ്യാം? ഡൗട്ടുണ്ടോ? നല്ല തിളച്ച അയൺ എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പറ്റും? കയ്യാപ്പ തന്നെ ഉരുകി അങ്ങ് പൊക്കുള്ളൂ അല്ലെ. ഓർത്ത് വെക്കാം. മറ്റേതാണെങ്കിൽ അവിടെ സ്കിന്നൊക്കെ ഒന്ന് പൊള്ളുള്ളൂ അല്ലെ. ഓർത്ത് വെക്കാം. ചിലപ്പോ തൊലി പോകും അല്ലെ. അപ്പൊ ഒരു വെള്ളം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് മാക്സിമം എത്ര ഡിഗ്രി വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും? വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിന് എത്ര ഡിഗ്രി വരെ? 100. അതിന് മുകളിൽ എത്ര സാധനം ചൂടാക്കിയാലും എന്ത് ആവിയായി പോവും. അതിന് ചൂട് കൂട്ടോ? മറ്റേതാണെങ്കിൽ ഏകദേശം എത്രയായിട്ടുണ്ടാവും? ഒരു 1000 ഒക്കെ വരും. എത്രയാണ്? 1000. അയൺ പിന്നെ ബോയിലാവൂലേ? നല്ല തിളച്ച് പറയണ അയണൊന്നും കണ്ടിട്ടില്ല ഇന്നവരെ. മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ബോയിലാവും. പിന്നെ അത് ഗ്യാസായി പോവും. വെൽഡിങ് ചെയ്യണ സമയത്ത് ഒരു മണമൊക്കെ വന്നിട്ടില്ലേ? വെൽഡിങ് കേട്ടല്ല? വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനമൊക്കെ ഉണ്ടാക്കൂലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ വെൽഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് കണ്ടിട്ടില്ലേ നിങ്ങള്? വണ്ടികൾ അതൊക്കെ വെൽഡിങ്. വെൽഡ് ചെയ്യുമ്പോൾ അവിടെ അയൺ ഗ്യാസായി പോകുന്നുണ്ട്. ഓർത്ത് നോക്കാം. അവിടെ എന്താണ് ആക്ച്വലി അതിന് മെൽറ്റിംഗ് പോയിന്റ് കഴിയും ആ ടെമ്പറേച്ചറിൽ. ഓർത്ത് നോക്കാം. അപ്പോ നോർമലി അത് മെൽറ്റ് ആവും, ബോയിലാവും. ഓർത്ത് നോക്കാം. അപ്പോ നോർമലി ഈ അയൺ കിടന്ന് ഇങ്ങനെ മെൽറ്റ് ആവുകയാണെന്ന് കരുതാം. ബോയിലിംഗ് പോയിന്റ് എത്തി. അതിന് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം എന്താ? അയണിന് കൂടുതൽ എന്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും? ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. ആരെക്കാളും? വാട്ടറിനേക്കാളും ഹൈ ആയിട്ടുള്ള ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പവർ കൂടുതലാണ്. വാട്ടർ 100 ഡിഗ്രി ഒക്കെ എത്തുമ്പോൾ തന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് അല്ലേ, പിന്നെ അത് വേപ്പറായി പോകും. കൂടുതലായിരിക്കും അല്ലെ. ഓർത്ത് നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലല്ലേ? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അവർ പറയുന്നത്
1 മോൾ സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിൽ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എത്ര ടെമ്പറേച്ചർ കൊടുക്കണോ അതാണ് അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് പറയാം. അപ്പൊ ഡെഫിനിഷൻ പറയുമ്പോൾ എന്താണ് അല്ലെ, ഒരു ക്വാണ്ടിറ്റി വെച്ച് പറയണം. അപ്പൊ ആ ക്വാണ്ടിറ്റി വെച്ചിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയാ. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. പെർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ, 1/2 കിലോ, 1 ഗ്രാം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി. മോളിലാണെങ്കിൽ എന്ത് വരും, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ തരും കേട്ടോ. ഇപ്പൊ വാല്യൂ എടുത്തിട്ടൊക്കെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക കേട്ടോ. ഓക്കെ, എഴുതിക്കോ സ്റ്റേറ്റ്മെന്റ്. ഹീറ്റ് കപ്പാസിറ്റി ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ് എഴുതുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഫോർ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്, heat capacity for 1 mole heat capacity for 1 mole of the substance and is the quantity of heat needed to rise the temperature of 1 mole by 1 degree Celsius. Heat capacity for 1 mole of the substance and is the quantity of heat needed to rise the temperature of 1 mole by 1 degree Celsius. Bracket or 1 Kelvin. ഒരു യൂണിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 ഡിഗ്രി ഓർ 1 കെൽവിൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 1 degree Celsius. Full stop. This is known as molar heat capacity. This is known as molar heat capacity. ആ molar heat capacity അണ്ടർലൈൻ ചെയ്യാം. ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്തിട്ട് 1 ഡിഗ്രി കൂട്ടാനായിട്ട് എത്ര ടെമ്പറേച്ചർ വേണം അല്ലെ? ഒരു അയൺ എടുത്തു, അതിൽ 1 ഡിഗ്രി കൂട്ടാനായിട്ട് കുറെ ഹീറ്റ് കൊടുക്കേണ്ടി വരും. കാരണം എന്താ, അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഓർത്ത് വെക്കാം. മറ്റേതിനാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവും. ഉണ്ടോ? ഓർത്ത് വെക്കാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഹോൾഡ് ചെയ്താൽ എന്തായിട്ട് ഹീറ്റ് കപ്പാസിറ്റി കുറെ വേണം അല്ലെ? ഓർത്ത് വെക്കാം. അടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള വേർഡാണ് ആക്ച്വലി. ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. ഒരു ടേം ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈഫൺ. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെയാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈഫൺ എന്നിട്ട് എഴുതി വെക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് rise the temperature of 1 unit mass of a substance by 1 degree Celsius. Bracket or 1 Kelvin. Bracket or 1 Kelvin. Or 1 Kelvin. Mass of substance by 1 degree Celsius. 1 degree Celsius. Bracket എഴുതി വെക്കുക. or 1 Kelvin. Bracket ക്ലോസ് ചെയ്യാം. അപ്പോ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ആ വേർഡും ശ്രദ്ധിക്കണം. എന്തായിരുന്നു? 1 യൂണിറ്റ് മാസ്. 1 യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ എന്തായിട്ടൊക്കെ എടുക്കുക? 1 ഗ്രാം എടുക്കുക, 1 കിലോഗ്രാം കേട്ടോ. അപ്പൊ ബ്രാക്കറ്റിൽ അവിടെ മെൻഷൻ ചെയ്യണം കിലോഗ്രാം പെർ. ഉണ്ടോ? ഓർത്ത് നോക്കുക. മനസ്സിലായോ? പെർ ഡിഗ്രി സെൽഷ്യസ്.
അല്ലെങ്കിൽ കിലോഗ്രാം പെർ കെൽവിൻ, അങ്ങനെയായിരിക്കും അതിന്റെ യൂണിറ്റ് വരുന്നത് കേട്ടോ. ഗ്രാം പെർ കെൽവിൻ. അപ്പൊ ആ രീതിയിലാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, Q equal to, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. Q equal to സ്മോൾ ലെറ്റർ C into M into delta T, or Q equal to capital C delta T. കേട്ടോ, ഓർത്ത് നോക്കാം. സ്മോൾ ലെറ്റർ സി എന്താണെന്ന് എഴുതാം കേട്ടോ. സ്മോൾ ലെറ്റർ സി എഴുതി വെക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എം എന്തായിരിക്കും? മാസ്. ഡെൽറ്റ ടി അല്ലെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ, ഓർത്ത് നോക്കാം. എം എന്താണ്? മാസ്. ഈ സിയും എമ്മും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ സി. ഈ ക്യാപിറ്റൽ സിയുടെ പേര് ഹീറ്റ് കപ്പാസിറ്റി. ക്യാപിറ്റൽ സി കേട്ടോ, ക്യാപിറ്റൽ സി എഴുതും. അല്ലെങ്കിൽ ഡൗട്ട് വരും കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോ ചിലപ്പോ അവന്മാര് സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും വരുന്നത്, മനസ്സിലായി? അതും ഇതും തരും, മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 1 ഗ്രാം എടുത്തു, മാസ് 1 ഗ്രാം. ഈ സ്മോൾ സി അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഇത് കിട്ടും. വേണ്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെയാണ്. ഇതെന്തായിരിക്കും? ചെറിയൊരു മാസും കൂടി നോക്കണം. ഇപ്പൊ തന്റെ 2 കിലോഗ്രാം ആണ്, അവിടെ എം ആൻഡ് ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ക്യാപിറ്റൽ സി കിട്ടി. മനസ്സിലായി? അപ്പോഴാണ് ഹീറ്റ് കപ്പാസിറ്റി ഏതാ? ടോട്ടൽ സബ്സ്റ്റൻസ്. മനസ്സിലായി? ഹീറ്റ് എടുക്കണ സമയത്ത്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുള്ളൂ. കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ സി ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇതിന്റെ മാസും എന്ത് നോക്കണം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടി എടുത്ത് നോക്കണം, അല്ലേ? ഓർത്ത് നോക്കാം. നെക്സ്റ്റ് റേറ്റിംഗ് എഴുതി വെക്കുക. The relationship between the relationship between CP and CV. CP and CV. The relationship between CP and CV for an ideal gas. For an ideal gas. For an ideal gas. അപ്പൊ എന്തായിരിക്കും സി പി എന്ന് എഴുതി? സി പി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് പ്രഷർ. അത് ആദ്യം എഴുതുക കേട്ടോ. സി പി, ഹീറ്റ് കപ്പാസിറ്റി ഇൻ എ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ സി വി എന്തായിരിക്കും? പറയേ. ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് വോളിയം കേട്ടോ, ഓർത്ത് നോക്കാം. കോൺസ്റ്റന്റ് പ്രഷർ, പി ഫോർ പ്രഷർ കേട്ടോ. കോൺസ്റ്റന്റ് പ്രഷർ, ഹീറ്റ് കപ്പാസിറ്റി ഇൻ എ കോൺസ്റ്റന്റ് പ്രഷർ. സി വി എന്തായിരിക്കും? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ ഇപ്പൊ പഠിച്ച എല്ലാ ഇക്വേഷനും ഇതിലേക്ക് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ ഡെറിവേഷൻ കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 2 സ്റ്റെപ്പ് ഒക്കെ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരണം. നമുക്ക് ആദ്യം പഠിച്ച ഇക്വേഷൻ പറഞ്ഞേ. ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W അല്ലെ? ഓർത്ത് നോക്കുക, അത് പഠിച്ചതല്ലേ?
ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. പിന്നെ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു മെയിൻ ഇക്വേഷൻ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലെ. ഇവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ച ഇക്വേഷൻസുകളൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് വരികയാണ്. താഴെ എഴുതി വെക്കുക, അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അറ്റ് കോൺസ്റ്റന്റ് വോളിയം വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോ നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കോൺസ്റ്റന്റ് വോളിയം വരുമ്പോ എന്തും ഈക്വൽ ആയിരിക്കും. ഇതിനു മുമ്പുള്ള സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും നോക്കിയിട്ടൊന്ന് കണ്ടെത്താം. ഒന്ന് നോക്കാം. ക്യൂ വി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ എവിടെ എഴുതിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ട് പറ. ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു, ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു. എവിടെയാണ് ആ ഇക്വേഷൻ എഴുതിയത്? ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല, ശരിക്കും നോക്കുക. ഉണ്ടോ ഡി? ഞാൻ നോക്കണില്ല, അത് കഴിഞ്ഞിട്ട് പലയിടത്തും നോക്കി എന്നിട്ട് എവിടെയാന്ന് ചോദിക്കുന്ന കിട്ടിയല്ലേ? ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അത് എവിടെയാണെന്നൊന്ന് കണ്ടെത്താനാ ചോദിച്ചത്. പലതും തോന്നുന്നു. ഫ്രീ എക്സ്പാൻഷന്റെ ഏറ്റവും താഴെ ഒന്ന് എഴുതി വെച്ചേക്കുന്ന നോക്കിയേ, ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ എന്താ വന്നേ? അത് ഞാൻ പറഞ്ഞു, ഇനി വരുന്ന എല്ലാ ഇക്വേഷനും ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. ഫ്രീ എക്സ്പാൻഷന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ എന്താവും? സീറോ അല്ലെ? ഈ പഠിച്ച ഇക്വേഷനിലെ ഇതുകൊണ്ടോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താ പഠിപ്പിച്ചേ? ഡബ്ല്യു എന്ന് പറയുമ്പോ മൈനസ് പി ഡെൽറ്റ വി. അവിടെ പി പ്രഷർ എന്താവും? സീറോ. പ്രഷർ സീറോ ആവുമ്പോ എന്ത് വരും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ ആർ. അവിടെ എഴുതി കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു എഴുതിയതല്ലേ? ഓർത്ത് വെക്കാം. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ഇക്വേഷനിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷനും കൂടി കണക്ട് ചെയ്യും. നിങ്ങൾ പോയി നോക്കണം. ഫ്രീ എക്സ്പാൻഷനിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് വോളിയം ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ ആണോ? ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞേ, സി ഡെൽറ്റ ടി ആണ്. ഓർത്ത് നോക്കാം. ഇപ്പൊ പഠിച്ച ഇക്വേഷൻ എന്താണ്? സി ഈക്വൽ ടു അല്ലെ, ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ എന്ത് വരും? ക്യൂ വി ഈക്വൽ ടു സി ഡെൽറ്റ ടി എന്നുള്ളതിന് പകരം ഇവിടെ സി വി വരും. കണ്ടോ? ഇവിടെയാണ് നമ്മുടെ സി വി കയറി വരുന്നത്. കണ്ടോ? സി വി ക്യൂ വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ഹെഡിങ് എന്തായിരുന്നു? കോൺസ്റ്റന്റ് വോളിയം. കണ്ടോ? ഓർത്ത് പോകാം. കോൺസ്റ്റന്റ് വോളിയം ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു, ക്യൂ വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരുമിച്ച് എഴുതിയേ എന്ന് പറയുമ്പോ ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു അല്ലെ സി വി ഡെൽറ്റ ടി. ഇങ്ങനെ എഴുതി കൂടെ എനിക്ക് ഇതെല്ലാം ഈക്വൽ അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ വരെ അങ്ങ് നിർത്താം. ഓക്കെ. അപ്പോ എന്തിന്റെ കണ്ടെത്തി? കോൺസ്റ്റന്റ് വോളിയം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് എഴുതണം? അടുത്ത ഹെഡിങ് കോൺസ്റ്റന്റ് പറയ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ കേട്ടോ? ഓർത്ത് വെക്കാം. കോൺസ്റ്റന്റ് പ്രഷറിൽ ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എവിടെ നിന്നായിരിക്കും കണ്ടെത്തിയേക്കുന്നത്? ഒന്ന് പറ. എവിടെ നിന്നാണ് ആ ഇക്വേഷൻ? ഈ ഇത് എഴുതിയത് ഒരു സിറ്റുവേഷൻ എവിടെയാണ് എന്നുള്ളത്
നമ്മൾ QP എന്ന് എഴുതിയിട്ടില്ല, അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് എഴുതിയിട്ടുണ്ട്. അതെവിടെയായിരുന്നു? ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വരുന്ന എവിടെയാണ്? ഏത് ഇതിലോ? ഇതോ? അതാ പറഞ്ഞേ. എവിടെയാ എഴുതിയിരിക്കുന്നത്? എൻതാൽപ്പി. എവിടെയാന്ന് ഞാൻ ചോദിച്ചേ? എൻതാൽപ്പി. എൻതാൽപ്പിയുടെ ഡെറിവേഷൻ എഴുതിയപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഡെൽറ്റ എച്ച് ആകണമെങ്കിൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോ ഈ ക്യൂവും ഡെൽറ്റ എച്ചും എപ്പോഴാ ഈക്വൽ ആവുന്നേ? കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ QP വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ആവും. അല്ലെങ്കിൽ കണ്ടോ QV വന്നാ ഡെൽറ്റ യു. കണ്ടോ വ്യത്യാസം മനസ്സിലായോ? പുറത്തു നോക്കാം. അപ്പോ QP ഈക്വൽ ടു ഡെൽറ്റ എച്ച് വരുന്നത് അവിടെ എൻതാൽപ്പിയുടെ അവിടെ വരുന്ന ഇക്വേഷൻ ആണ്. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തേ. നേരത്തെ ഇക്വേഷനിൽ എഴുതുക. QP ഈക്വൽ ടു എങ്ങനെ എഴുതുമ്പോ എന്ന് പറഞ്ഞേ? QP ഈക്വൽ ടു പറയേ CP ഡെൽറ്റ ടി. ഡെറിവേഷൻ ആണല്ലേ, മനസ്സിലാക്കുക കേട്ടോ. CP ഡെൽറ്റ ടി. ഇത് എവിടെ നിന്ന് വന്നു ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓർത്ത് നോക്കാം. ഇനി ഇതെല്ലാം ഒരുമിച്ചാക്കിയാൽ എന്ത് വരും ഒന്ന് പറഞ്ഞേ? QP ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈക്വൽ ടു CP ഡെൽറ്റ ടി. ക്യാപിറ്റൽ ആണ് കേട്ടോ. CP ഡെൽറ്റ ടി. CP ഡെൽറ്റ ടി. QP ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈക്വൽ ടു CP ഡെൽറ്റ ടി. ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ഇനി നമ്മൾ ഇവര് തമ്മിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ് ആക്ച്വലി വരുന്നത്. ഉത്തരം വരെ ഓക്കെ ആണോ? രണ്ട് ഇക്വേഷൻ എഴുതി, അത് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ നമ്മൾ കൊണ്ടുവന്നത്. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇവിടെ ഈ ഇക്വേഷനിൽ ഇത് 1 മോൾ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് നമ്മൾ. 1 മോൾ ആണ് എങ്കിൽ എന്ത് വരും ഇക്വേഷൻ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എന്ത് വരും? ആർ ടി. ഇത് 1 മോൾ ആണെന്ന് ഡെൽറ്റ എൻ ജി. ശരിയല്ലേ? ഓക്കെ. അപ്പോ 1 മോൾ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഇക്വേഷൻ, ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതി വെക്കാം കേട്ടോ. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 2. ടെക്സ്റ്റില് തുടക്കം തന്നെ ഈ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഇത് എഴുതിയിട്ടുണ്ട്, നേരെ ഇത് എഴുതും. അത്രേ 3-4 സ്റ്റെപ്പ് ഉള്ളൂ. പക്ഷെ നമ്മൾ അത്രയും സ്റ്റെപ്പ് ആക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊന്നും കൊടുക്കില്ല, നേരെ എഴുതി പോയേക്കാണ്. അപ്പോ ഇക്വേഷൻ 1ഉം 2ഉം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? ഡെൽറ്റ എച്ചിന്റെ പൊസിഷനിൽ ഞാൻ എന്ത് എഴുതും? ഡെൽറ്റ എച്ചിന്റെ പൊസിഷനിൽ എന്ത് എഴുതണം നോക്കിയേ? CP ഡെൽറ്റ ടി. ഡെൽറ്റ എച്ചിന്റെ പൊസിഷനിൽ CP ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ യുവിന്റെ പൊസിഷനിൽ എന്ത് എഴുതും? CV ഡെൽറ്റ ടി. CV ഡെൽറ്റ ടി പ്ലസ് ആർ ടി. ഓർത്ത് നോക്കാം. ഇത്രയും വരെ ഓക്കെ ആണോ? എടുത്തെഴുത കേട്ടോ. എന്നിട്ട് ഇത് മായ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇത്രയും വരെ എഴുതാൻ പറയുന്നേ. എഴുതിയോ? ഇനി നോക്കിയോ കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത കൊണ്ടുവരണം. അപ്പൊ എന്തോരം? CP ഡെൽറ്റ ടി മൈനസ് CV ഡെൽറ്റ ടി ഈക്വൽ ടു ആർ ടി. ബ്രാക്കറ്റ് ഇതിൽ കോമൺ ആയിട്ട് അത് പിടിച്ച് പുറത്താക്കാമല്ലോ. അപ്പൊ എന്തോരം? CP മൈനസ് CV ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു ആർ ടി. ഇനി ഓർത്ത് നോക്കാം, ഈ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ടിയും ഇത് രണ്ടും സെയിം ആണ് ആക്ച്വലി വരിക കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? ക്യാൻസൽ ആകും. വെരി ഗുഡ്. ഉണ്ടോ? ഈ ടിയും ഇതും എന്താണ്? ക്യാൻസൽ ആകും. അങ്ങനെ ക്യാൻസൽ ആയാൽ ലാസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? CP മൈനസ് CV ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ CP മൈനസ് CV ഈക്വൽ ടു ആർ, അതാണ് കോൺസ്റ്റന്റ്. ഇതാണ്
ലാസ്റ്റ് ഡെറിവേഷൻ ആയിട്ടുള്ള ഇത് കേട്ടോ. ഓർത്ത് നോക്കാം. CP - CV = R. ഇവിടെ വരെ എടുത്ത് എഴുതണം കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ ചാപ്റ്ററിൽ. മറ്റേ ഡെറിവേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ഇത് വരുമ്പോൾ എല്ലാരും കൂടി മിക്സ് ചെയ്തു കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വരുമ്പോൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസുകളെല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ബ്രില്യന്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് CP - CV = R. CP - CV = R. ഓക്കെ ആണോ? കേട്ടോ നോക്കാം. R എന്താണ്? R എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഒന്നുകൂടി എഴുതിക്കോ, അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാവില്ല. R എഴുതി വെക്കുക കേട്ടോ. ഗ്യാസ് കോൺസ്റ്റന്റ് T ടെമ്പറേച്ചർ കെൽവിൻ അല്ലെ? ഓർത്തു. ഒന്നും കൂടി എഴുതി വെച്ചോ കേട്ടോ. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. Then ഇനി നമുക്കൊരു സബ് ഹെഡിങ് കൂടി എഴുതാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. 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 ഓർത്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്യാം. ഒരു കുഞ്ഞു ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് കരുതാം. അതില് എൻതാൽപി കണ്ടെത്തുന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഓർത്തോ, ഒരു റിയാക്ഷൻ നടന്നു. ആ റിയാക്ഷന്റെ ടോട്ടൽ എനർജി ചേഞ്ച് അല്ലെ, ആ എനർജി ചേഞ്ചിനെയാണ് അവര് ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഡെൽറ്റ ആർ എച്ച് കേട്ടോ. ആർ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? റിയാക്ഷൻ എൻതാൽപ്പി. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു താഴെ എഴുതുക കേട്ടോ. ഡെൽറ്റ ആർ എച്ച് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നതിനെയാണ് ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ്. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ്. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് എന്തായിരിക്കും? സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ്. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ്. അടുത്ത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നെക്സ്റ്റ് സബ് ഹെഡിങ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് reaction. Standard enthalpy of reaction. എഴുതി വെക്കാം. എല്ലാം കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസുകളാണ്. The enthalpy change for a reaction. The enthalpy change for a reaction. The enthalpy change for a reaction when all the participating substance are in their standard state. The enthalpy change for a reaction when all the participating substance are in their standard state. Are in their standard state. ബ്രാക്കൽ അല്ല ഞാൻ പറഞ്ഞുതരാം. ബ്രാക്കൽ ആ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എഴുതി വെക്കുക. 298 കെൽവിൻ ടെമ്പറേച്ചർ. 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 bar pressure. 1 bar pressure.
ആ സിറ്റുവേഷനിൽ 1 bar പ്രഷർ 298 ഇതാണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ സ്റ്റാൻഡേർഡ്സ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ളത് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. ഇനി ഇതുപോലെ കുറെ ടേമുകളാണ് ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷെ ഓർത്ത് നോക്കുക, ഇതിന്റെ ഇക്വേഷൻസുകൾ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നുപോകും കേട്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ഇക്വേഷൻസ് ഏതൊക്കെ ഉണ്ടാവും നോക്കിയേ. ഞാൻ ചോദിക്കും ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, അതാണ് ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പഠിച്ച കറക്റ്റ് ഓർഡറിൽ ഞാൻ പറയാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്ന് പഠിച്ച ആദ്യത്തെ ഇക്വേഷൻ എന്താ? ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. മൈനസ് എന്തുകൊണ്ടാവുന്നേ? വെരി ഗുഡ്, പ്രഷർ ഡിക്രീസ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് പഠിക്കണം ഓർത്ത് നോക്കാം. അപ്പൊ എക്സ്പാൻഷൻ ഇട്ടിട്ട് അവർ വേറെ ഉണ്ടാക്കാം. ടെക്സ്റ്റ് ബുക്കില് ഇതല്ല, എല്ലാം ഒരു മിക്സ് ചെയ്യും, പുതിയതൊക്കെ ഉണ്ടാക്കാം അവർക്ക്. അപ്പൊ അതാണ് ഡെറിവേഷന്റെ ഭംഗി അല്ലേ. നമുക്ക് ഫിസിക്സ് ഒക്കെ ഇഷ്ടമാവുന്നതിന്റെ കാരണം അതാ. ഇങ്ങനെ പുതിയതൊക്കെ ഇങ്ങനെ വരും അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ? അതിൽ തന്നെ ഡബ്ല്യു റിവേഴ്സിബിൾ. അപ്പൊ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഇക്വേഷൻ നമ്മൾ കൊണ്ടുവന്നു. എന്തായിരുന്നു അല്ലെ? ഡബ്ല്യു റിവേഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 NRT log V final മൈനസ് V initial ഉണ്ടോ? അപ്പൊ മൈനസ് 2.303 ഡിവൈഡഡ് ബൈ V final ഡിവൈഡഡ് ബൈ V initial ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് ആണ് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്പേസിലാണെന്ന് ആലോചിക്കാം. അപ്പൊ പ്രഷർ എത്രയായിരിക്കും? 0. പ്രഷർ 0 ആണെങ്കിൽ ഇപ്പൊ എഴുതിയ ഇക്വേഷനിൽ ഡബ്ല്യു അങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 0. ഡബ്ല്യു 0 ആയി പോകും അല്ലെ? മൈനസ് പി ഡെൽറ്റ വി അല്ലേ? അപ്പൊ അത് 0. ഡബ്ല്യു 0 ആയാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു എന്തായിരിക്കണം? ക്യൂ കോൺസ്റ്റന്റ് വോളിയം. അത് കണ്ടോ? വോളിയം കേട്ടോ, കോൺസ്റ്റന്റ് വോളിയം ക്യൂ വി കിട്ടി കണ്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് എന്താ എഴുതിയേക്കുന്നേ? ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഐസോതെർമൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി അല്ലെ. എന്നിട്ട് അതിന്റെ 3 സിറ്റുവേഷൻ എഴുതി. എന്തൊക്കെയായിരുന്നു? ഐസോതെർമൽ, ഇറിവേഴ്സിബിൾ, പിന്നെ എന്തായിരുന്നു? ഐസോതെർമൽ റിവേഴ്സിബിൾ, പിന്നെ ഒരെണ്ണം കൂടി എഴുതി അഡയാബാറ്റിക്. ഇങ്ങനെ 3 എണ്ണം. അടുത്ത ഹെഡിങ് എന്തായിരുന്നു? നെക്സ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? എൻതാൽപ്പി. എൻതാൽപ്പി അല്ലെ. എൻതാൽപ്പിയുടെ ലാസ്റ്റ് ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അവിടെ ഞാൻ പറഞ്ഞു ക്യൂ പി. എന്താ ഉപയോഗിക്കണ്ടേ? ക്യൂ പി, കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഡെൽറ്റ എച്ചും ക്യൂ പിയും ഈക്വൽ ആകുന്നത് കണ്ടോ. ഓർത്ത് വെക്കുക. അങ്ങനെയാണ് ആ ഇക്വേഷൻ എഴുതിയത്. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങണുള്ളൂ അല്ലേ ഡെറിവേഷന്റെ ഐഡിയ അല്ലെ, ഓർത്ത് വെക്കുക. പിന്നെ നമ്മള് എന്തൊക്കെയാ? ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അല്ലെ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഡിപെൻഡ് അപ്പോൺ ഡാഷ് ക്വാണ്ടിറ്റി ഓർ സൈസ് കണ്ടോ അല്ലെ. അപ്പൊ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ്ങിലാണ് നമ്മൾ എഴുതിയത് ഹീറ്റ് കപ്പാസിറ്റി. അവിടെ നിന്ന് ഇക്വേഷൻ വന്നു. ക്യൂ ഈക്വൽ ടു സി, ക്യാപിറ്റൽ സി ആണ്, ഡെൽറ്റ ടി. സി ക്യാപിറ്റൽ സിയുടെ മീനിങ് എന്താ? ഹീറ്റ് കപ്പാസിറ്റി. സ്മോൾ സി എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മനസ്സിലാക്കണം ഡിഫറൻസ് കണ്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. അപ്പോ ഇക്വേഷൻസുകൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ വ്യൂല് കിട്ടിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാതെ ഇടക്ക് വന്നിട്ട് എനിക്ക് സി പി ആൻഡ് സി വി പഠിക്കണം, നോക്കുമ്പോൾ എന്താ മറ്റേത് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ വെറുതെ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോ എന്താണ് ഇതിന്റെ കണക്ഷൻസ് നല്ല നീറ്റായിട്ട് അടുത്ത ക്ലാസ്സിലൊക്കെ പഠിച്ചു വരണം. പിന്നെ വീണ്ടും ഇനി വരുന്നുണ്ട് കേട്ടോ, വിഷമിക്കണ്ട. ഇതിന്ന് വേറെ അടുത്തതിലേക്ക് അങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നോളൂ കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും പഠിച്ചൊക്കെ വെക്കണം കേട്ടോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.